നമ്മൾ പറയാറുണ്ട്, നന്നായി തുടങ്ങിയാൽ നന്നായി അവസാനിപ്പിക്കാം, തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വി ഡി സതീശൻ്റെ UDF ഗവൺമെൻറ് വന്നു. തുടക്കം മനോഹരമാണ്. നെഹ്റീവൻ സോഷ്യലിസ്റ്റാണ് താനെന്ന് വി ഡി സതീശൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നെഹ്റീവൻ സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ലോകരാജ്യങ്ങൾ ക്യാപിറ്റലിസ്റ്റ് കൺട്രി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അമേരിക്ക പോലുള്ള മുതലാളിത്ത രാജ്യങ്ങൾ പോകുന്നത്. അതായത് സ്വകാര്യ മേഖലയ്ക്കും സ്വകാര്യ വ്യക്തികൾക്കും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർക്കാർ മിതമായ മേഖല, ലാ ആൻഡ് ഓർഡർ, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ചെറിയ മേഖലകളിൽ മാത്രം സർക്കാർ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയും ബാക്കിയെല്ലാം ഫെസിലിറ്റേറ്റർ റോളിലേക്ക് സർക്കാർ നിൽക്കുകയും സ്വകാര്യ മേഖലയെ സമ്പൂർണ്ണമായി അഴിച്ചുവിടുകയും ചെയ്യുന്ന നയങ്ങളും സംവിധാനങ്ങളും, ലാൻഡ്, അതുപോലെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, വൈദ്യുതി, വെള്ളം, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഏജൻസിയായി സർക്കാർ നിൽക്കുകയും സ്വകാര്യ വ്യക്തികൾ മൂലധനം നിക്ഷേപിക്കുകയും ചെയ്ത് സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ നിക്ഷേപിച്ച് അതിലൂടെ രാജ്യത്ത് വ്യവസായികവും കാർഷികപരമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തിക രീതിയാണ്, സമ്പദ്ഘടനയാണ് മുതലാളിത്ത സമ്പദ്ഘടന. എന്നാൽ സോവിയറ്റ് റഷ്യയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു സമ്പദ്ഘടനാ രൂപമുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ്ഘടന. എല്ലാം സ്റ്റേറ്റ് ചെയ്യും. ആളുകളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുജന സംവിധാനങ്ങളെല്ലാം സ്റ്റേറ്റ് ചെയ്യും. മനുഷ്യർക്ക് വലിയ റോളൊന്നുമില്ല. സ്വകാര്യ സംരംഭങ്ങൾ ഒന്നും തന്നെയില്ല. എല്ലാം സ്റ്റേറ്റ് നടത്തും. വ്യവസായം, കാർഷിക കേന്ദ്രങ്ങൾ, ആശുപത്രി മുഴുവൻ സ്റ്റേറ്റ് നടത്തും. സ്റ്റേറ്റിനാണ് വലിയ പ്രാധാന്യമുള്ളത്. എല്ലാവർക്കും ഒരു നീതിയും തുല്യനീതിയെ കിട്ടും എന്ന് പറഞ്ഞാണ് സോവിയറ്റ് റഷ്യയുടെ വേറൊരു കൺസെപ്റ്റ് വന്നത്. അപ്പോൾ ഒരു വശത്തൊരു സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ്, മറുവശത്തൊരു ക്യാപിറ്റലിസ്റ്റ് കൺസെപ്റ്റ്. എന്നാൽ ഇന്ത്യ നെഹ്റുവിൻ്റെ കാലത്ത് ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ തുടരുന്നത്. നെഹ്റുവിൻ്റെ ഒരു മനോഹരമായ തിയറി ഉണ്ടായിരുന്നു, നമുക്കത് വേണ്ട, നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് പോകുന്ന ഒരു മിശ്ര സമ്പദ്ഘടനയിലേക്ക് ഇന്ത്യ പോകാം. എത്ര മനോഹരമായിരുന്നു! മിശ്ര സമ്പദ്ഘടനയിലേക്ക് പോകുമ്പോൾ പൊതുമേഖലയിലും കാര്യങ്ങൾ നടക്കട്ടെ, സ്വകാര്യ മേഖലയിലും കാര്യങ്ങൾ നടക്കട്ടെ. ചില മേഖലകൾ പൊതുമേഖലയിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പോൾ ലാൻഡ് ഓർഡർ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. മിലിറ്ററി സ്വകാര്യ മേഖല, ഡിഫൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോക്കറ്റ് വിക്ഷേപണം പോലുള്ള അത്തരത്തിലുള്ള റോക്കറ്റ് സയൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊന്നും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് പാർട്ടായിട്ട് എന്തെങ്കിലും ചെറിയ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നതല്ല. സമ്പൂർണ്ണമായി അത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ല. ഡിഫൻസ് ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ. മിലിറ്ററി, ലാൻഡ് ഓർഡർ, ഇതൊന്നും സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്നില്ല. പോലീസ് സംവിധാനം സ്വകാര്യ വ്യക്തികൾ നോക്കട്ടെ എന്ന് തുറന്നു കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൃത്യമായി. പിന്നെ ഫാക്ടറികൾ, ഒരുപാട് ഫാക്ടറികൾ, പിന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി, വെള്ളം, പിന്നെ ട്രാൻസ്പോർട്ട് സംവിധാനം, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ പൊതുമേഖലയിൽ തന്നെ തുടരണം. എന്നാൽ സ്വകാര്യ സംരംഭകരെ, ടാറ്റയെയും ബിർളയെയും പോലുള്ള സ്വകാര്യ സംരംഭകരെ ഉയർത്തുകയും വേണം. ടാറ്റയുടെ സ്ഥാപകനെ വിളിച്ചിട്ട് നെഹ്റു അത്താഴ വിരുന്നിന് വിളിച്ച് സംസാരിക്കുമ്പോൾ, അന്ന് ടാറ്റയ്ക്ക് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഓഫറൊക്കെ വരുമ്പോൾ തന്നെ ടാറ്റയോട് നെഹ്റു അഭ്യർത്ഥിച്ചത്, നിങ്ങൾ ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. ടാറ്റയോട് നമുക്ക് എന്ത് എതിർപ്പുണ്ടെങ്കിലും ഉപ്പ് മുതൽ കർപ്പൂരം വരെ, അതുപോലെ മുട്ടുസൂചി മുതൽ വിമാനം വരെ, കാർ വരെ ഒക്കെ, നാനോ കാർ വരെയൊക്കെ കണ്ടുപിടിക്കുന്നതിൽ ടാറ്റയുടെ കമ്പനി ഒരു കാലഘട്ടത്തിൽ ചെയ്തത് വളരെ വലിയ സേവനമാണ്. മൺവെട്ടിയിൽ വരെ ടാറ്റ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കർഷകർക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ, എന്തുമാത്രം സാധനങ്ങളാണ് ടാറ്റ ഇന്ത്യക്ക് വേണ്ടി കണ്ടത്. ടാറ്റ ഉപ്പുണ്ട്, എന്തൊക്കെ ടാറ്റ കൺസൾട്ടൻസി ഉണ്ട്. വലിയ സേവനമാണ് ടാറ്റ കമ്പനി ഇന്ത്യക്ക് നൽകിയത്. ബാക്കി കുത്തകയാണോ മറ്റു കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്, പക്ഷേ സംഭാവന നൽകി. അങ്ങനെ ഒരു നെഹ്റുവൻ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ്, അതായത് സ്വകാര്യ മേഖലയും വളരട്ടെ, പൊതുമേഖലയും ശക്തമാകട്ടെ. അത് ഒന്നിനെ വിഴുങ്ങാൻ പാടില്ല. സ്വകാര്യ മേഖല സമ്പൂർണ്ണമായി പൊതുമേഖലയും വിഴുങ്ങാൻ പാടില്ല, പൊതുമേഖല സമ്പൂർണ്ണമായി സ്വകാര്യ മേഖലയും വിഴുങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു ബാലൻസ് ചെയ്തുള്ള ഒരു രീതി കൊണ്ടുവരാൻ. പക്ഷേ ബാലൻസിങ് അത്ര എളുപ്പമല്ല. കാര്യം കോർപ്പറേറ്റുകളും സ്വകാര്യ മേഖലയും എന്നും സർക്കാരിനെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റവരെയും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ടാക്സ്, അധികമായ ലൈസൻസുകൾ, പല പേപ്പറുകൾ എന്നൊക്കെ പറഞ്ഞ്, വില്ലേജ് ഓഫീസ് മുതൽ പഞ്ചായത്ത് ഓഫീസ് മുതൽ പൊല്യൂഷൻ കൺട്രോൾ മുതൽ ഒരുപാട് പേപ്പർ വർക്ക് എന്നൊക്കെ പറഞ്ഞ് സ്വകാര്യ മേഖലയും നമ്മൾ ഉപദ്രവിക്കുന്ന, പൊതുമേഖലക്കാർ ഉപദ്രവിക്കും. എന്നാൽ പൊതുമേഖല മുഴുവൻ തുറന്നു കിട്ടണമെന്ന് സ്വകാര്യ മേഖല ആഗ്രഹിക്കും. ഇതൊരു ഫൈറ്റുണ്ട്, അതിനകത്തൊരു സമരമുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴും കൃത്യമായ ഒരു മിശ്ര സമ്പദ്ഘടനയിലേക്കാണ് ഇന്ത്യ പോയത്. അത് വിജയമായിരുന്നുവെന്ന് ലോകത്തിന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ താഴേക്ക് പോകുന്നു, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകൾ നശിച്ച് രാജ്യങ്ങൾ തന്നെ ഇല്ലാതായി.
അപ്പോഴാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ, നെഹ്റുവിൻ കാഴ്ചപ്പാടിലുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിൽ തലയുയർത്തി നിൽക്കുന്നത്. ബി ജെ പി ഗവൺമെൻറ് വന്നിട്ടും അത് തന്നെ പിന്തുടരുന്നു. എന്നാലും കുറേ കോർപ്പറേറ്റ് വൽക്കരണമൊക്കെ ഉണ്ട്. അത് മറ്റൊരു പൊളിറ്റിക്കൽ വിഷയമായതുകൊണ്ട് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായൊരു നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് വി ഡി സതീശനെ പിടികൂടിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ഭൂതം പ്രേതം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. എന്തായാലും ഒരുപാട് സേവന മേഖലകൾ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പലപ്പോഴും ചിന്തിക്കുന്ന പോലെ, അത് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലാതെ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഇടതുപക്ഷ സർക്കാരല്ല, ഒറിജിനലായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ഒക്കെ പലപ്പോഴും പറയുന്ന ആളുകളൊക്കെ ചിന്തിക്കുന്ന പോലെ ഒരു ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പല ചിന്തകളും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആരാണ് ഇടതുപക്ഷം എന്ന് ചോദിച്ചാൽ സതീശനൊക്കെയാണ് ഇടതുപക്ഷം. കൃത്യമായ ഇടതുപക്ഷമാണ്. അതായത് ഒരു ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നെഹ്റുവൻ ഇടതുപക്ഷമാണ്. അത് ഒരു ജനാധിപത്യാധിഷ്ഠിതമായ ഇടതുപക്ഷമാണ്, മറ്റേ ജനാധിപത്യ വിരുദ്ധമായ ഇടതുപക്ഷമല്ല. പിന്നെ നെഹ്റുവൻ സോഷ്യലിസ്റ്റാണ്. ഒരുപാട് പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിനിയും ഒരുപാട് വിസ്മയങ്ങൾ ബഡ്ജറ്റിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നെഹ്റുവൻ സോഷ്യലിസ്റ്റായിട്ടുള്ള സോഷ്യലിസത്തിൻ്റെ അംശങ്ങളുമായി പാവപ്പെട്ട ജനങ്ങളെയും അശരണരായവരെയും പരിസ്ഥിതിയെയും ആദിവാസി ദളിത് വിഭാഗങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും പിന്നെ ഭിന്നശേഷിക്കാരെയും ട്രാൻസ്ജെൻഡർകാരെയും കുട്ടികളെയും മുതിർന്നവരെയും വനിതകളെയും സീനിയർ സിറ്റിസന്മാരെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പുതിയുഗ കേരളത്തെക്കുറിച്ചാണ് പലപ്പോഴും വി ഡി സതീശൻ പറയാറും. അതിന് അനുഗുണമായ, അതിന് ഉപോത്ബലകമായ പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് കയ്യടി, ഓരോ ദിവസവും കയ്യടി കിട്ടുന്നു. വയോജന വകുപ്പുണ്ടായി, സീനിയർ സിറ്റിസൺസിൻ്റെ കയ്യടി കിട്ടി. വനിതകൾക്ക് സൗജന്യം കൊടുക്കുന്നു, അവരുടെ കയ്യടി കിട്ടുന്നു. ആശാ വർക്കേഴ്സിന് ശമ്പളം കൂട്ടുന്നു, അംഗനവാടിക്കാർക്ക് ശമ്പളം കൂട്ടുന്നു. അങ്ങനെ ഓരോ വിഭാഗം ആളുകൾക്ക് ആവശ്യമായ വലിയ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വളരെ കൃത്യമായ ഒരു സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിലുള്ള, പ്രത്യേകിച്ചൊരു നെഹ്റുവൻ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിലുള്ള, ഒരു ഡെമോക്രാറ്റിക് കൺസെപ്റ്റിലുള്ള ഒരു ഗവൺമെൻറ്റായി ഇത് തുടങ്ങിയിരിക്കുന്നു. തുടക്കം കൊള്ളാം. ഇനി നടത്തം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒടുക്കമറിയാൻ കാത്തിരിക്കേണ്ടി വരും.